അപ്പോൾ അമ്മുണ്ടാക്കിയ ജ്യൂസൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏകദേശം തക്കാളിയൊക്കെ നോക്കി കഴിഞ്ഞു. അമ്മുനെ ഉള്ളി നുറുക്കില്ലമ്മോ? ഉള്ളി നുറുക്കി. അതെ, മറ്റേ അരിപ്പ കാണാല്ലോ, ഇത് പഴയ അരിപ്പ. ആ അപ്പൊ തന്നെ അതാ ജ്യൂസും, ഓറഞ്ച് ജ്യൂസ്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ജ്യൂസാണ് ഓറഞ്ച് ജ്യൂസ്. എനിക്ക് തന്നെ. എനിക്ക് ആദ്യം പൈനാപ്പിൾ ആയിരുന്നു. ഇപ്പൊ ഇവിടെ ഓറഞ്ച് ജ്യൂസ് അധികം ഉണ്ടാക്കുന്നോണ്ട് നിങ്ങൾ ഓറഞ്ച് ജ്യൂസ് കുടിച്ച് ശീലിച്ചവർക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. സ്പൂൺ ഇളക്കണ്ടി വരുമോ? വേണ്ട, അങ്ങനെ ജസ്റ്റ് രണ്ടിട്ട് തട്ടണമെന്നേ ഉള്ളൂ. ഞാനിപ്പോ എന്റെ ഗ്ലാസ് എടുക്കല്ലേ അമ്മു? എന്റെ ഗ്ലാസ്സില് ഫുൾ ടാങ്ക് വെച്ചിരുന്നാണ് ഓർമ്മത്. ഫുൾ ടാങ്ക് ഒന്നുമില്ലേ? ഫുൾ ടാങ്ക് ഉണ്ട്. ഫുൾ ടാങ്കുള്ള ഗ്ലാസ്. ഏതാ മുന്നേ ഗ്ലാസ്? ഇതോ? ഇത് മതി. ഏത്? ഇതോ? ഓക്കെ, അതിന്റെയും കഴുകണം. നെസ്കഫേ ബോട്ടിൽ. അപ്പൊ കുട്ടു, എന്നാ നമുക്കിത് നല്ല പതപ്പിച്ചട ഒഴിക്കാം. അതെ, അടിപൊളി. ബാക്കിൽ അനാറല്ല മുരിക്കണത്. ഇത് കഴിയണില്ലല്ലോ ഒഴിക്കാൻ. അല്ലെ, ബാക്ക് ഇതല്ല അനാറല്ലമ്മോ? അനാറ് എന്നെയൊന്നും വേണ്ടേന്ന് പറഞ്ഞിരിക്കണു. നാളെ അടിക്കാം ജ്യൂസ്. അതെ, ഇന്ന് കുടിച്ചോട്ടെ ജ്യൂസ്. മധുരം ആകാം, ലൈറ്റ് ആയിട്ടുള്ള മധുരമാണ്. അടിപൊളി. കുട്ടുവോ? അതിന്റെ സാലഡ് റെഡി ആയിട്ടോ. ക്യുക്കുംബറും പിന്നെ അതിന്റെ കൂടെ കുറച്ച് ക്യുക്കുംബർ, പെപ്പർ ഇട്ടു. യോഗേർട്ട് ഉണ്ട്, പക്ഷെ ഇനിയിപ്പോ ഓറഞ്ച് ജ്യൂസ് കുടിച്ചോണ്ട് യോഗേർട്ട് ഒഴിക്കണില്ല. പിന്നെ ഇത് കഴിക്കട്ടെ. അത് തൈര് വേണ്ട, കഴിച്ചോട്ടെ. അടിപൊളി. അപ്പൊ എന്നാ തുടങ്ങിയാലോ കിട്ടോ? എന്താ ഞാൻ കണ്ടു പഠിക്കട്ടെ എന്തൊക്കെ ചെയ്യണേ. ആദ്യം രണ്ടും മിക്സ് ആക്കുക. മാളു വെച്ചൂല്ലേ ഇന്നലെ? മാളു ഇന്നലെ ഇന്നലെ ആ മാത്രമേ വെച്ചു. മാളുവിനെ നെയ്യിട്ട് റോസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഇനി ആദ്യം മുളക് പൊടി ഇടാം. തുള്ളി മതി മുളക് പൊടി. എരിവ് വേണല്ലോ അല്ലമ്മോ? എരിവ് കുറച്ച് മതി കേട്ടോ. മതിയോ? എരിവ് തുള്ളണ്ട? വേണ്ട വേണ്ട, എൻ്റെ അമ്മേ കുട്ടി എരിവ് ഇടുന്നത് നല്ല ഇടും. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ എരിവ് കഴിക്കുന്ന ആളാണ് കുട്ടി. ടൊമാറ്റോ കെച്ചപ്പൊക്കെ വേണോ? ടൊമാറ്റോ സോസ്. കെച്ചപ്പും ടൊമാറ്റോ സോസും തമ്മിൽ വ്യത്യാസം എന്താ പറയുക? രണ്ടും ഒന്നല്ലേ? അതിന്റെ ചെറിയ വേർഷനായി കെച്ചപ്പ് പറയുന്നത്. അതേ തോന്നുന്നു. മിക്സ് ആയോ? ഇനി കുറച്ച് ഉപ്പ്. ഉപ്പാണ് മെയിന്. ഉപ്പ് അല്ല, ഉപ്പല്ല, എരിവും കുരുമുളക് പൊടിയും, അതാണ് മെയിന്. കുറച്ച് ഉപ്പ് തുള്ളി ഇടാം. അത്യാവശ്യം തക്കാളി ഉള്ളി ഉണ്ട്, അതുകൂടി മിക്സ് ആക്കാം. അതിനുശേഷം കുരുമുളക് പൊടി കുറച്ചിട്ടായിട്ടമ്മോ. അങ്ങനെ കുരുമുളകിന്റെ ജസ്റ്റ് അതിന്റെ ജസ്റ്റ് ഒരു ഫ്ലേവർ ഇട്ടിയാ മതി. എന്താ കുറച്ച് സോസ് താത്തി വെക്കി കമത്ത്. ടൊമാറ്റോ തക്കാളി ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ആ ടൊമാറ്റോ സോസിന് ഇത് കിട്ടിയത്. ശരിക്കും ലെറ്റ്യൂസ് ഒക്കെ വേണം, നല്ല ടേസ്റ്റാ. നമ്മുടെ ചൈനീസ് ക്യാബേജോ അതൊക്കെ ഉണ്ട്. ഒന്നുകൂടി
റെഡി ചെയ്യോ? നമ്മള് സാധനം റെഡി ആയി. ഇനി എന്താ ചെയ്യാ? നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓക്കെ, എന്നാ റോസ്റ്റ് ചെയ്യാൻ പോവാം. റോസ്റ്റ് ചെയ്യാം. അങ്ങനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക കേട്ടോ. നോർമൽ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു സാൻഡ്വിച്ചിൻ്റെ ഒരു ഗ്രില്ലായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു നോൺ സ്റ്റിക്ക് അല്ല, ഒരു ഇരുമ്പിൻ്റെ ടൈപ്പ് തന്നെയാണൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മാളൂനെ കുഞ്ഞാക്കറ്റ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടുപോയതുകൊണ്ട് അതിവിടെ പോയി കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് മാളൂൻ്റെ അടുത്ത് പോയിട്ട് ഇനി ചോദിക്കാൻ നേരെ വൈകില്ലേ എന്ന് വിചാരിച്ചു. കുറച്ച് കഴിയുമ്പോഴേക്കും സന്ധ്യയാവും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഭക്ഷണം കഴിച്ച് കഴിയണ്ടേന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. വീറ്റ് ബ്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഹെൽത്തി ആണെന്ന് പറയുമല്ലോ നോർമലി, പക്ഷെ അത്ര ടേസ്റ്റ് കമ്പാരിറ്റീവ്ലി നമ്മളുടെ ഈ ഒരു നോർമൽ ബ്രെഡിനെക്കാട്ടിലും കുറവായിരിക്കും. പിന്നെ വേറെന്തോ കൂടെ പറയണം എന്ന് വിചാരിച്ചല്ലോ എല്ലാവരോടും. നിങ്ങളെല്ലാവരും മിൽക്ക് ബ്രെഡ് കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് അത്ര. ഞാൻ ഇതിൻ്റെ മുന്നേ കഴിച്ചിട്ടൊന്നുമില്ല, പക്ഷേ കുട്ടു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണെന്നുള്ള കാര്യം. അപ്പോൾ മിൽക്ക് ബ്രെഡ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഒരു പ്രാവശ്യം സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ മിൽക്ക് ബ്രെഡ് ഒന്ന് വാങ്ങിച്ച് നോക്കണം. കുട്ടു പറഞ്ഞത് മിൽക്ക് ബ്രെഡ് വെച്ചിട്ട് ഈ ഒരു മോഡൽ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണെന്നാണ് കേട്ടോ. സാൻഡ്വിച്ചിൻ്റെ ബണ്ണ് വാങ്ങിച്ചിട്ടും നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്താലും ഈ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. പക്ഷേ എനിക്ക് ബണ്ണിനേക്കാൾ കൂടുതലായിട്ട് ഇഷ്ടമായത് ഈ ഒരു ബ്രെഡ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട്, നോർമലി നമ്മൾ നെയ്യൊക്കെ ഇങ്ങനെ തേച്ചിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇടയിൽ നടുക്ക് വേണ്ടിയിട്ട് സാൻഡ്വിച്ചിൻ്റെ നമ്മൾ ഈ ഒരു ഫില്ല് ചെയ്ത സംഭവമില്ലേ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വെജിറ്റബിൾസ് എല്ലാതും കൂടെ ആഡ് ചെയ്തിട്ടുള്ള സംഭവമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അല്ലെങ്കിലും ശരിക്കും ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മൾ നോർമലി വെജിറ്റബിൾസ് ഫില്ല് ചെയ്യണം എന്നൊന്നും ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ബ്രെഡ് ഇങ്ങനെ നെയ്യിൽ ഇങ്ങനെ പൊരിച്ച രീതിയിൽ ഉണ്ടാക്കില്ലേ, നോർമലി ടോസ്റ്റ് ചെയ്യില്ലേ നമ്മൾ ബട്ടർ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഗീ, നമ്മൾ നെയ്യ് കൂട്ടിയിട്ടോ. പണ്ടേ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ ബട്ടർ കൂട്ടിയിട്ട് അല്ലെങ്കിൽ നെയ്യ്, പണ്ട് മുത്തശ്ശി ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. വെണ്ണയൊക്കെ അന്നിങ്ങനെ പാലിങ്ങനെ വാങ്ങിക്കുകയല്ലേ ചെയ്യാറ്, പശുവും പാൽ വാങ്ങിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ മുത്തശ്ശി വെണ്ണ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. അത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ എടത്തോറം ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ട് പൂന്താനത്തിൻ്റെ. അപ്പം നമ്മുടെ അമ്പലത്തിൽ ഇവിടെ കൃഷ്ണന് വഴിപാടായിട്ട് വെണ്ണയാണ് വഴിപാട്. അപ്പോൾ ആ വെണ്ണ നേദിച്ച് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഞാൻ പഴവും അവിലും പഞ്ചസാരയും വെണ്ണയും, പഞ്ചസാര പൊടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി എനിക്കൊരു പ്രാവശ്യം ഒന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ഒന്ന് ഷീട്ടാക്കണം, ഞാൻ എപ്പോഴും വിചാരിക്കും. അപ്പോൾ പണ്ടത്തെ ആ ഒരു വെണ്ണ നല്ല ടേസ്റ്റാണ് പണ്ടത്തെ കാലത്തൊക്കെ. അപ്പോൾ അതും കൊണ്ട് ഞാൻ എന്നിട്ട് അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ബ്രെഡുള്ള ദിവസം ഞാൻ എന്തായാലും വെണ്ണ നേദിക്കാറുണ്ട്. ഞാൻ അന്നൊന്നും നമുക്കങ്ങനെ അറിയില്ലല്ലോ ഭഗവാനെ നമ്മൾ അത്രയും നമ്മൾ അറിഞ്ഞിട്ടില്ല ഒരിക്കലും. പണ്ടിങ്ങനെ അമ്മമാർ പറയണം അമ്പലത്തിൽ തൊഴണം എന്നാലേ ഭക്ഷണം കഴിക്കാൻ തരുള്ളൂ, അങ്ങനെയൊക്കെ അങ്ങനെ പറയും. അങ്ങനെ ഒരു ശീലം നമ്മളിൽ വളർത്തിയെന്നല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട്, എനിക്കിപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും സങ്കടം വന്നാലും സന്തോഷം വന്നാലും അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് ഒന്ന് ആ ഒരു വിഗ്രഹം, ആ ഒരു ചൈതന്യത്തെ ഒന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിനൊരു സമാധാനമാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ അങ്ങനെ പോട്ടെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ് കേട്ടോ. ഞാൻ എൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വെണ്ണ ഓർമ്മ വന്നപ്പോൾ മുത്തശ്ശി ഉണ്ടാക്കിയത് ഓർമ്മ വന്നു. പിന്നെ ഞാൻ അല്ലാണ്ട് ഇപ്പോൾ കടയിൽ നിന്നൊന്നും, ഇപ്പോൾ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ കടയിൽ പോയാലൊന്നും വെണ്ണ കിട്ടില്ലല്ലോ. എന്ന് വെച്ചാൽ അങ്ങനെ വെണ്ണ വാങ്ങിക്കാൻ പൈസ തരുമൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു ഓർമ്മ എനിക്ക് പെട്ടെന്ന് കിട്ടിയപ്പോൾ ഞാൻ അത് എല്ലാവരോടും ഷെയർ ചെയ്തതാട്ടോ. ഇനി നമ്മൾ അതിന് ശേഷം ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിലേക്ക് നമ്മൾ ഈ ഒരു ഫില്ലിങ്സ് എല്ലാം കൂടെ വെച്ചു. ഇതിൽ പെപ്പറിൻ്റെ ടേസ്റ്റ് ആണ് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ. അതാണ്, നമ്മൾ വേറെ ചില്ലി പൗഡർ ആഡ് ചെയ്താൽ തന്നെ അത് ജസ്റ്റ് ഒരു എരിവിന് വേണ്ടി മാത്രമാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്സ സോസോ അങ്ങനെ സോസുകൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിഷ്ടത്തിന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ ഉപയോഗിക്കാം. പക്ഷേ മിനിമൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിതിൽ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഹെൽത്തി ആണെന്ന് ഞാൻ പറയാത്തത്. ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നോർമലി തക്കാളി, ഉള്ളി, പിന്നെ അതുപോലെ തന്നെ ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ഇടുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ നല്ലൊരു വീറ്റ് ബ്രെഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ബ്രെഡ് ഉണ്ടാക്കാൻ അറിയുന്നവരും ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും പ്യുവർ ഹെൽത്തി ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പിസ്സ ആൻഡ് പാസ്ത സോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുറേ നാളായിട്ടാണ് വാങ്ങിയിട്ട്. അപ്പോൾ ഞാൻ കുട്ടൂനോട് പറയുന്നു, കുട്ടൊന്ന് അതൊന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കുന്നു. പക്ഷേ കുട്ടൂന് പേഴ്സണലി അത് അത്ര വലിയ ഇഷ്ടമായില്ല കേട്ടോ. പക്ഷെ മുഖത്തത് പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. പേഴ്സണലി വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. കാരണം പിസ്സ സോസൊക്കെ നമ്മൾ വീട്ടിൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വാങ്ങിക്കുക.
പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മളത് ട്രൈ ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റിൽ ചിലപ്പോൾ വന്നോളണമെന്നില്ല. അപ്പോൾ പിസ്സ സോസ് വാങ്ങിച്ചിട്ട് കുറേ നാളായി. പക്ഷെ എന്നാലും കുട്ടു വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കുട്ടു എന്ത് പറഞ്ഞു പറയും നല്ല ടേസ്റ്റ് ഉണ്ടാകുമോ എന്ന്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം കുട്ടു പറയാം വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലേട്ടോ അമ്മു. പിന്നെ അമ്മു പറഞ്ഞിട്ടല്ലേ പിസ്സ സോസ് ഞാൻ ഒഴിച്ചത്, പിന്നെ അമ്മുവിന് വിഷമാവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് ഇങ്ങനെ ഫില്ല് ചെയ്യണു കഴിച്ചുകൊണ്ടിരിക്കണു. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ സംഭവം അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ഒരു 4-5 എണ്ണം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡേറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നോക്കുമ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോഴാണ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അന്ന് ഇത് നമ്മൾ വൈകുന്നേരം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗാർഡനിലേക്ക് വരാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയോ മരങ്ങളുണ്ടായിരുന്നു. ചിലതൊക്കെ ഞാൻ ഓർഡർ കൊടുത്തിട്ടുള്ള മരങ്ങൾ തന്നെയായിരുന്നു. ചിലത് വേറെ അവരുടെ സജഷൻസ് എന്ന് വന്നതും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ അധികം മരങ്ങളും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് മരമാണെന്നുള്ളത്, ഏത് ചെടിയായാലും മതി കേട്ടോ, പൂക്കളുള്ളതോ ഏതോ ആയിക്കോട്ടെ, ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കും അറിയാലോ നമുക്കും അതന്നെയാണോ ഇഷ്ടം എന്നുള്ളൊരു കാര്യം. കുറേ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. കാരണം സൈഡിലും എല്ലാ സ്ഥലത്തും ഫില്ല് ചെയ്ത് കൊടുക്കണ്ടേന്ന് വെച്ചിട്ട് നമ്മൾ കുറേ അധികം പ്ലാന്റ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു മുല്ലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മുല്ലയുടെ ആവശ്യമൊന്നുമില്ല, കാരണം നമുക്ക് മുല്ലത്തറ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ മുല്ലയൊന്നും വേണ്ട. തെച്ചികളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ കയ്യിൽ പലതരത്തിലുള്ള തെച്ചികളും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കാണിക്കേ.